അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചാർട്ട് പാറ്റേൺസ് നോക്കിയിരുന്നു. ആ ചാർട്ട് പാറ്റേൺസ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്നും നമ്മൾ ഒരു ചാർട്ട് പാറ്റേൺ ആണ് നോക്കാൻ പോകുന്നത്. ആ ചാർട്ട് പാറ്റേണിന്റെ പേരാണ് ഫ്ലാഗ്. ഇതാണ് ചാർട്ട് പാറ്റേൺ നമുക്ക് വരുന്നത്. നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ട്രേഡുകൾ എടുക്കാൻ പറ്റിയ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. ഫ്ലാഗ് എന്ന ചാർട്ട് പാറ്റേണിന്റെ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഈ രൂപത്തിലായിരിക്കും. ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലൂടെ ആയിരിക്കും സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുക. ഇത് ബെയറിഷ് ഫ്ലാഗ് ആണ്, ഇത് ബുള്ളിഷ് ഫ്ലാഗ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റോക്കുകളുടെ ചാർട്ടിൽ എങ്ങനെ ഫ്ലാഗ് ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാമെന്നും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് അദാനി പോർട്ടിന്റെ ചാർട്ടാണ്, വൺ ഡേ ചാർട്ടാണ്. ഇതൊരു ബുള്ളിഷ് ഫ്ലാഗ് ആണ്. ഈ ഒരു ഞാനിവിടെ ഒരു റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ടും വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, അദാനി പോർട്ട് എന്ന സ്റ്റോക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലൂടെയാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാർട്ട് പാറ്റേണിന്റെ ഉള്ളിലൂടെ തന്നെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. അപ്പൊ ഇതൊരു ഫ്ലാഗ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ചാർട്ട് പാറ്റേൺ അങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു ചാർട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ മുകളിലേക്ക് പോയത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് ഏകദേശം 15% ഒരു ദിവസം കയറി പോയിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വേറൊരു സ്റ്റോക്ക് കൂടി നോക്കാം. നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ആക്സിസ് ബാങ്കിന്റെ ചാർട്ടാണ്. നോക്കൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നല്ലോ, ഇത് ബെയറിഷ് ഫ്ലാഗ് ആണ്. ബെയറിഷ് ഫ്ലാഗ് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ബെയറിഷ് ഫ്ലാഗ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ചാർട്ട് പാറ്റേൺ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്, സ്റ്റോക്കിന്റെ പ്രൈസ് എന്താണ് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലൂടെയാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലൂടെ തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു. അങ്ങനെ 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 ആ ട്രെൻഡ് ലൈനിനുള്ളിലൂടെ തന്നെയാണ് ആ സ്റ്റോക്ക് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത് ബ്രേക്ക് ആയതിനു ശേഷം എന്താ കാണാൻ സാധിക്കുന്നത്, സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയത്ത് സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇത് ബുള്ളിഷ് ഫ്ലാഗ് ആണ്. നേരത്തെ കാണിച്ചത് ബെയറിഷ് ഫ്ലാഗ് ആണ്. നമുക്ക് ഈ ഒരു ചാർട്ട് പാറ്റേൺ നമുക്ക് പല സ്റ്റോക്കുകളുടെ ചാർട്ടിലും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്തുന്നത് പോലെ തന്നെ നമുക്ക് ഫ്ലാഗും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെയും ഒരു ഫ്ലാഗ് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ചെറിയ ഒരു ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ മെജോറിറ്റി ഘട്ടങ്ങളിൽ നമുക്ക് ബെയറിഷ് ഫ്ലാഗ് നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. പക്ഷെ ബുള്ളിഷ് ഫ്ലാഗ് ആണെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാനും സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനും ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഡെലിവറിയിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ഓപ്ഷൻ ഇല്ല. ഡെലിവറി നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് എന്നൊരു ഓപ്ഷൻ വരുന്നില്ല. അപ്പൊ നമുക്ക് എന്തേ അവിടെ വരുന്നുള്ളൂ, നമുക്ക് അവിടെ ആകെ വരുന്നത് ഡെലിവറിയിലാണെങ്കിൽ ബൈ ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യാൻ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഇൻട്രാഡേ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഈ ഒരു ചാർട്ട് പാറ്റേൺ 5 മിനിറ്റിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ ബെയറിഷ് ഫ്ലാഗ് ആണെങ്കിലും ബുള്ളിഷ് ഫ്ലാഗ് ആണെങ്കിലും നമുക്ക് ഷോർട്ട് സെല് ചെയ്യാൻ സാധിക്കും. രണ്ട് ടൈപ്പ് ചാർട്ട് പാറ്റേണിലും നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് സാധിക്കില്ല. ഇൻട്രാഡേ ട്രേഡിംഗ് നമുക്ക് രണ്ട് ചാർട്ട് പാറ്റേൺ വന്നാലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഏഷ്യൻ പെയിന്റ്സിലേക്ക് തന്നെ എക്സാമ്പിൾ വരാം. നമ്മളിതിപ്പോ 5 മിനിറ്റിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ലെവലിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഷോർട്ട് സെല് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഷോർട്ട് സെല് ചെയ്യുമ്പോഴും ബൈ ചെയ്യുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണ്, റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും. ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം, ഈ മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകളിൽ 40% സക്സസ് റേറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നമുക്ക് 40%മേ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ സക്സസ് ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി പ്രോഫിറ്റബിൾ ആയി പോകാൻ സാധിക്കും. എങ്ങനെ, മിനിമം 1:2 എങ്കിലും റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും മെയിൻറ്റെയിൻ ചെയ്താൽ. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും എന്താണെന്ന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ഏതാണ്, ഫ്ലാഗ് ആണ് ചാർട്ട് പാറ്റേൺ. നമുക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു
ടൈപ്പ് ചാർട്ട് പാറ്റേൺ ആണ് ഫ്ലാഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ 5 മിനിറ്റ് ചാർട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അല്ലേ. നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ 1 ഡേയോ 1 വീക്കോ യൂസ് ചെയ്യും. ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിൽ 5 മിനിറ്റോ 3 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ട് പാറ്റേൺസ്. അപ്പൊ നമുക്ക് ഫ്ലാഗ് എന്നുള്ള ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും ട്രേഡുകൾ എടുക്കാൻ സാധിക്കും. നമ്മൾ 5 മിനിറ്റിലാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ ആക്സിസ് ബാങ്കിന്റെ 5 മിനിറ്റ് ചാർട്ടിൽ ഇതൊരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിലൂടെ ആയിരുന്നു ട്രേഡ് ആയിക്കൊണ്ടിരുന്ന സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ടൈമിൽ നമ്മൾ ബൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ ഇവിടെ ബൈ ചെയ്തിരുന്നെങ്കിൽ ഇത് 29-ലെ ചാർട്ടാണ്. ഇവിടെ സോറി 26-ലെ ഇവിടെ ബൈ ചെയ്തിരുന്നെങ്കിൽ ഏകദേശം 2% അടുത്ത് ആ ദിവസം തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് വന്നിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ വരെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ചാർട്ട് പാറ്റേൺസ് എല്ലാം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് സ്റ്റോക്കുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. ഇത് 5 മിനിറ്റിലാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? ബൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതൊരു ബുള്ളിഷ് ഫ്ലാഗ് ആയതുകൊണ്ട്. ബുള്ളിഷ് ഫ്ലാഗ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റോക്കിന്റെ പ്രൈസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. നോക്കൂ, ഇത് ബുള്ളിഷ് ഫ്ലാഗ് ആണ്. താഴേക്ക് ഒരു ട്രെൻഡ് ലൈനിലൂടെ പോവുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ഫ്ലാഗ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. മുകളിലേക്കാണ് ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെ സ്റ്റോക്കിന്റെ പ്രൈസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബെയറിഷ് ഫ്ലാഗ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. മറക്കരുത്, ഇത് രണ്ടും നിങ്ങൾ മാറിപ്പോരുത്. ബുള്ളിഷ് ഫ്ലാഗും ബെയറിഷ് ഫ്ലാഗും. അപ്പൊ സ്റ്റോക്കിന്റെ പ്രൈസ് ഇവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? മുകളിൽ നിന്ന് താഴേക്കാണല്ലോ ഒരു ട്രെൻഡ് ലൈൻ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതൊരു ബുള്ളിഷ് ഫ്ലാഗ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ താഴേക്ക് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഷോർട്ട് സെല്ലിംഗ് അല്ല കൊടുക്കേണ്ടത്. മുകളിലേക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ബൈയിങ് ആണ് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, നമ്മൾ ബുള്ളിഷ് ഫ്ലാഗ് ആണോ ബെയറിഷ് ഫ്ലാഗ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഒരു ട്രെൻഡ് ലൈനിലൂടെ താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ബുള്ളിഷ് ഫ്ലാഗും, ഒരു ട്രെൻഡ് ലൈനിലൂടെ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ബെയറിഷ് ഫ്ലാഗും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുള്ളിഷ് ഫ്ലാഗ് ആണെങ്കിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് പ്രോഫിറ്റിൽ സെല് ചെയ്യാൻ സാധിക്കും. ബെയറിഷ് ഫ്ലാഗ് ആണെങ്കിൽ നമുക്ക് ഇൻട്രാഡേയിൽ ഷോർട്ട് സെല് ചെയ്തുകൊണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഈ ഫ്ലാഗ് എന്നുള്ള ചാർട്ട് പാറ്റേൺ മനസ്സിലായോ? മനസ്സിലായോ? ചാർട്ട് പാറ്റേൺ ഏതാന്ന് മനസ്സിലായോ? രഞ്ജിത്ത്, ആൽവിൻ റോയ്, ഓക്കെ. അപ്പൊ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും എന്താന്നുള്ളത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും. പൊസിഷൻ സൈസിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോ 1 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഈ 1 ലക്ഷം ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഈ അതിന് ട്രേഡുകൾ എടുക്കുമ്പോൾ നമ്മൾ എത്ര ട്രേഡുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിൾ നമ്മൾ 10 ട്രേഡുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിനെ 10 ആക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ട്രേഡിലും എന്ത് ചെയ്യണം? ആ 10,000, അതായത് 1 ലക്ഷത്തിന്റെ 10ആയി ഡിവൈഡ് ചെയ്തതിൽ എത്ര വരുന്നത്? 10,000 അല്ലേ? അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിലും നമ്മൾ 10,000 രൂപ ക്യാപിറ്റലാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ നമ്മുടെ പൊസിഷൻ സൈസിങ് പ്രകാരം നമ്മൾ 1 ലാഖിന് 10 സ്റ്റോക്ക്, അല്ലെങ്കിൽ നമ്മൾ 5 ട്രേഡുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 സ്റ്റോക്കുകളാണ് നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാപിറ്റലിനെ, അത് 1 ലാഖിനെ 5ആക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് 20,000 വീതം ഓരോ സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റോ ട്രേഡിങ്ങോ ചെയ്യണം. അതായത് നമ്മൾ ട്രേഡിംഗ് ആ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിലും 10,000 രൂപയെ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 10,000 അല്ലെങ്കിൽ 20,000 നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡുകളെ നമ്മൾ ക്യാപിറ്റലിനെ
നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡുകളുമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ടിനാണ് നമ്മൾ ഓരോ ട്രേഡുകളും എടുക്കേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇന്റർനെറ്റ് ട്രേഡിംഗ് എടുക്കുകയാണ്, പക്ഷെ നമുക്ക് ഒരിക്കലും കറക്റ്റ് ആ ഒരു എമൗണ്ട് തന്നെ വരുന്നതൊന്നുമില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആക്സിസ് ബാങ്ക് നോക്കാം. നമ്മൾ ആക്സിസ് ബാങ്ക് ആണ് ഇന്റർനെറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപ എത്ര ഷെയർ കിട്ടും? നമുക്ക് ഏകദേശം 9,960 43 ഷെയറുകൾ എടുക്കാൻ സാധിക്കും. 44 ഷെയർ ആണെങ്കിൽ 10,190 പോയി. അപ്പൊ അതിനേക്കാളും അടുത്ത് വരുന്ന എമൗണ്ട് 9,959 അപ്പൊ നമുക്ക് 43 ഷെയറുകൾ എടുക്കാൻ സാധിക്കും ആക്സിസ് ബാങ്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിലോ, ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിൽ നമുക്ക് എത്ര എത്ര ഷെയർ കിട്ടും? നമുക്ക് ഏകദേശം 17 ഷെയറുകൾ ബൈ ചെയ്യാൻ സാധിക്കും. അതും എറൗണ്ട് 10,000 അടുത്ത് വരുന്ന ഒരു വാല്യൂ ആണ്. ബജാജ് ഫിൻസർവ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് 31 ഷെയറുകൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,074 രൂപയാണ് ക്യാപിറ്റൽ വരുന്നത്. 30 ആണെങ്കിൽ 9,750 അപ്പൊ 10,000 അറൗണ്ട് വരുന്നത് 10,075 അപ്പൊ 10,000 എന്നുള്ള എമൗണ്ട് കറക്റ്റ് ഒരിക്കലും വരില്ല. അതിന്റെ ഏറെക്കുറെ അതിനോട് അടുത്ത് വരുന്ന ഒരു എമൗണ്ട്. എന്നാൽ 10,500 മുകളിലേക്കോ 9,500 താഴേക്കോ വരാതെ നമ്മൾ നോക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ഇതാണ്, പൊസിഷൻ സൈസിങ് ആണ്. നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡുകളും നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വരുന്ന എമൗണ്ട് ആണ് നമ്മൾ ഓരോ ട്രേഡിലും യൂസ് ചെയ്യേണ്ടത്. നമ്മൾ 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ 1 lakhനെ 10 ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ട്രേഡിലും നമ്മൾ 10,000 രൂപയാണ് ട്രേഡിന് എടുക്കേണ്ടത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഓരോ ഷെയറുകളിലും 10,000 രൂപ വീതമേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. പൊസിഷൻ സൈസിങ് ആണ് ആദ്യത്തെ പോയിന്റ് ഞാൻ പറയുന്നത്. നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ എടുക്കുന്ന ട്രേഡുകളുമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ട്രേഡുകൾ എടുക്കാൻ. അത് അങ്ങനെ പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ നമ്മുടെ 1 lakhന് നമ്മളൊരു 5 ഷെയർ വാങ്ങി. അതിൽ ഒരു ഷെയർ വാങ്ങി ഞാൻ 50,000 രൂപ, അല്ലെ 60,000 രൂപക്ക് ഒരു ഷെയർ വാങ്ങി. ബാക്കി 4 ഷെയറുകൾ ഞാൻ 10,000 രൂപ വീതം ആണ് ഉപയോഗിച്ചതെന്ന് വിചാരിക്കുക. 10,000 വീതം 4 ഷെയറും 60,000 രൂപക്ക് ഒരു ഷെയർ വാങ്ങി. ഈ എല്ലാ ട്രേഡിൽ നിന്നും എനിക്ക് ലഭിച്ചത് 10% പ്രോഫിറ്റ് ആണ്. ഈ എടുത്ത 5 ഷെയറിനും ഞാൻ 10% പ്രോഫിറ്റിൽ സെല്ല് അടിച്ചു എന്ന് വിചാരിക്കാം. അതില് സോറി 4 അതായത് ഈ 10,000 വീതം യൂസ് ചെയ്ത 4 ട്രേഡിൽ ഞാൻ 10% പ്രോഫിറ്റിലും സെല്ലടിച്ചു. ആ 60,000 രൂപക്ക് എടുത്ത ആ ഒരു ഷെയർ ഞാൻ 10% ലോസിലും സെല്ലടിച്ചു. നമുക്ക് ലോസിലോ പ്രോഫിറ്റിലോ രണ്ട് സെല്ലടിക്കേണ്ടി വരും സ്വിംഗ് ട്രേഡിങ്ങോ ഇൻട്രാഡേ ട്രേഡിങ്ങോ ആണെങ്കിൽ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് 40,000 രൂപക്ക് 4 സ്റ്റോക്ക് എടുത്തല്ലോ 10,000 വീതം. ആ 4 സ്റ്റോക്കിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,000 രൂപയാണ്. 40,000ന്റെ 10% എത്രയാണ്? 4,000 രൂപ. ഓക്കെ, 60,000 രൂപക്ക് എടുത്ത ഷെയർ ലോസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഷെയറിൽ നിന്ന് എനിക്കൊന്ന് ലോസ് എത്രയാണ്? 60,000 ഇൻറ്റു 10% എത്രയാണ്? 60,000 10% പറയുന്നത് 6,000 രൂപ. അപ്പൊ 4 ട്രേഡുകളിൽ നിന്ന് എനിക്ക് 4,000 പ്രോഫിറ്റ് വന്നപ്പോ ഒരു ട്രേഡിൽ നിന്ന് മാത്രം എനിക്ക് 6,000 ലോസ് ആണ്. അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് 2,000 രൂപ ലോസ് ആണ്. അവിടെ നമ്മൾ റിസ്ക് പൊസിഷൻ സൈസിങ്ങും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലോസ് വന്നിട്ടുള്ളത്. നമ്മൾ 5 ട്രേഡ് എടുത്തു, 4 പ്രോഫിറ്റും 1 ലോസും. പക്ഷെ ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് 2,000 ലോസ് ആണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യാതെ ട്രേഡ് എടുത്തത് കൊണ്ടാണ് അങ്ങനെ ലോസ് വന്നതിന്റെ കാരണം. നേരെ മറിച്ച് നമ്മൾ പൊസിഷൻ സൈസിങ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് 3 ട്രേഡ് പ്രോഫിറ്റും 2 ട്രേഡ് ലോസും വന്ന് വിചാരിക്കാം. അതായത് നമ്മൾ 20,000 വീതം 5 ഷെയറുകൾ എടുത്തു. അതിൽ മൊത്തം 3 പ്രോഫിറ്റും 2 ലോസും, 10% ലോസ് വന്നു. അപ്പൊ പ്രോഫിറ്റ് വന്നത് മൊത്തം 20,000 മൊത്തം 60,000 രൂപന്റെ സ്റ്റോക്കിൽ പ്രോഫിറ്റ് വന്നപ്പോ 60,000ന്റെ 10% എന്ന് പറയുന്നത് 6,000 രൂപ. 2 ലോസ് വന്നു, 20,000 40,000 രൂപന്റെ ട്രേഡിൽ എനിക്ക് 10% ലോസും വന്നു. 4,000 രൂപന്റെ ലോസും 6,000 എന്റെ പ്രോഫിറ്റും ആണ്. അതായത് 3 പ്രോഫിറ്റും 2 ലോസ് വന്നപ്പോഴും എനിക്ക് എന്താണ്? 2,000 രൂപ പ്രോഫിറ്റ് ആണ്. ഇനി 2 ട്രേഡില് പ്രോഫിറ്റും 3 ട്രേഡിൽ ലോസ് വന്നു വിചാരിക്കാം. അപ്പോഴും നമ്മുടെ ഈ ഒരു പൊസിഷൻ സൈസിങ് പ്രകാരം നമുക്ക് 2,000 മാത്രമേ ലോസ് വരുന്നുള്ളൂ. നമ്മൾ 5 ട്രേഡിൽ 3 ഫെയിൽ ആയപ്പോഴും നമുക്ക് 2,000 മാത്രമേ എന്ത് വരുന്നുള്ളൂ? ലോസ് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രേഡുകൾ എടുക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ എണ്ണവുമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ട്രേഡിലും എല്ലാ ട്രേഡിലും സെയിം എമൗണ്ട് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിസ്ക് ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കുന്നതാണ്.
നമ്മുടെ റിസ്ക് ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന ഒരു സ്ട്രാറ്റജി കൂടി യൂസ് ചെയ്യുന്നത്. റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ മിനിമം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തു. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിനും നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്ന സമയത്തേനും സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ 10 ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ലോസ് 1:2 എന്നാണല്ലോ. നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും നമ്മൾ 1 രൂപ ലോസിലാണ് സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 രൂപയായിരിക്കണം. അതായത് നമ്മൾ ഒരു ഷെയർ എടുത്തു. ഞാൻ ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൽ ഞാൻ ബൈ ചെയ്യുന്ന സമയത്ത് എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 10 രൂപയാണെങ്കിൽ എന്റെ ടാർഗറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 രൂപയായിരിക്കും. അതായത് ലോസിന്റെ ഇരട്ടി ആയിരിക്കും നമ്മൾ എന്ത് വെക്കുക, പ്രോഫിറ്റ് വെക്കുക. അതായത് നമ്മൾ ഒരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് നമ്മൾ 100 രൂപയാണ് നമ്മുടെ ലോസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് 100 രൂപയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ 200 രൂപ വെക്കണം. അങ്ങനെ വെക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം, നമ്മൾ 10 ട്രേഡ് എടുത്തു, 10 എണ്ണത്തിൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആട്ടോ. ശ്രദ്ധിക്കുക, 1:2 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ. നമ്മുടെ ക്യാപിറ്റൽ 1 ലക്ഷമാണ്. നമ്മൾ 10 ട്രേഡാണ് എടുക്കുന്നത്. അപ്പൊ 10,000 വീതം നമ്മൾ ഓരോ ട്രേഡിലും ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊസിഷൻ സൈസിങ് പ്രകാരം നമ്മുടെ ക്യാപിറ്റൽ ഓരോ ട്രേഡിലും എത്രയാണ്, 10,000 രൂപ. നമ്മൾ 10 ട്രേഡ് എടുത്തു, റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്. അപ്പൊ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് 10% വിചാരിക്കുക. നിങ്ങൾ ഈ കണക്കുകൾ ശ്രദ്ധിക്കുക. റിസ്ക് എന്ന് പറയുന്നത് 10%. അപ്പൊ നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ 10% ലോസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, സെല് ചെയ്യും. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20%. ഓക്കെ, പ്രോഫിറ്റ് 20%, ലോസ് 10%. അപ്പൊ നമ്മൾ ട്രേഡ് എടുത്തു. നമ്മൾ ഇങ്ങനെ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ട്രേഡുകളെല്ലാം എക്സിറ്റ് അടിച്ചതിന് ശേഷം അതിൽ നമുക്ക് 4 എണ്ണം പ്രോഫിറ്റിനും എക്സിറ്റ് അടിച്ചു, 6 എണ്ണം ലോസിനും എക്സിറ്റ് അടിച്ചു. ഈ കണക്കുകൾ ശ്രദ്ധിക്കുക. 1 lakh ആണ് ക്യാപിറ്റൽ. നമ്മുടെ ഓരോ ട്രേഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10,000 ആണ്. ടോട്ടൽ 1 lakh. മൊത്തം 10 ട്രേഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 10%, ടാർഗറ്റ് 20%. അപ്പൊ നമ്മൾ ഈ ട്രേഡ് എടുത്തതിന് ശേഷം 6 എണ്ണം ലോസിനും 4 എണ്ണം പ്രോഫിറ്റിലും സെൽ അടിച്ചിട്ടുണ്ട്. ഈ 4 എണ്ണം പ്രോഫിറ്റിൽ സെൽ അടിച്ച ട്രേഡുകൾ ഉണ്ടല്ലോ, എല്ലാത്തിന്റെ ക്യാപിറ്റൽ എത്രയാണ്, 10,000 ആണ്. അപ്പൊ 20% നമ്മുടെ ടാർഗറ്റ് പ്രൈസ്. അപ്പൊ 4 എണ്ണം പ്രോഫിറ്റിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഓരോ ട്രേഡിന്റെയും ക്യാപിറ്റൽ 10,000 ആണ്. 10,000 ഇൻറ്റു 20% എത്രയാണ്, 2,000 രൂപ. അപ്പൊ നമുക്ക് 4 ട്രേഡുകളിൽ നിന്ന് 2,000 ഇൻറ്റു 4, 8,000 രൂപ നമ്മുടെ പ്രോഫിറ്റ് ആണ്. ശ്രദ്ധിക്കണം, 8,000 രൂപ നമ്മുടെ പ്രോഫിറ്റ് ആണ്. നമ്മൾ ലോസിൽ വിറ്റ എത്ര ട്രേഡുകൾ ഉണ്ട്, 6 ട്രേഡുകൾ നമ്മൾ ലോസിൽ വിറ്റിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയായിരുന്നു, 10%. അപ്പൊ നമ്മുടെ ഈ 6 ട്രേഡിന്റെ മൊത്തം ക്യാപിറ്റൽ എത്രയാണ്, 60,000 രൂപയാണ്. 60,000ത്തിന്റെ 10% എന്ന് പറയുന്നത് 6,000 രൂപയാണ്. ഹലോ, ഒന്നുമില്ല ബ്രോ. ഓക്കെ, 60,000ത്തിന്റെ 10% എന്ന് പറയുന്നത് 6,000 രൂപയാണ്. ഓക്കെ, അപ്പൊ നമ്മള് 60,000 അങ്ങനല്ല, 60,000 6,000 രൂപയാണ്. അപ്പൊ നമുക്ക് 6 ട്രേഡുകളിൽ നിന്ന് നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 6,000 രൂപയും 4 ട്രേഡുകളിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, 8,000 രൂപയും. 8,000 പ്രോഫിറ്റും 6,000 ലോസും അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ്, 8,000ത്തിൽ നിന്ന് 6,000 പോയാലും നമുക്ക് 2,000 രൂപ പ്രോഫിറ്റ് ആണ്. അതായത് നമ്മള് 10 ട്രേഡ് എടുത്തു, 6 എണ്ണം ലോസും 4 എണ്ണം പ്രോഫിറ്റും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് 2,000 രൂപ എന്താണ്, പ്രോഫിറ്റ് ആണ്. എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആയത്, നമ്മൾ ഒന്നാമത് പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയും നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ 2 മെത്തേഡും കൂടി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് ട്രേഡുകൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മറക്കരുത്, പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡ് റേഷ്യോ. റിസ്ക് റിവാർഡ് റേഷ്യോ മിനിമം 1:2 ആണ് വരുന്നത്. ലോസ് 1 ആണെങ്കിൽ പ്രോഫിറ്റ് നമ്മുടെ 2 ആയിരിക്കണം. അതായത് നമ്മുടെ ലോസ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് 1 ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത് 2 രൂപ ആയിരിക്കണം. അതുപോലെ തന്നെ പൊസിഷൻ സൈസിങ് നമ്മൾ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് 40% സക്സസ് റേറ്റ് ഉള്ളെങ്കിൽ പോലും പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ ട്രേഡ് എടുത്താലും, നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 2 മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. 40% നമ്മൾ എടുക്കുന്ന ട്രേഡുകളിൽ 40% സക്സസ് ഉള്ളെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറയാനുള്ള കാരണം എന്താണ്, റിസ്ക് റിവാർഡ് റേഷ്യോ മിനിമം 1:2 അതിന് പുറമെ
പൊസിഷൻ സൈസിങ്ങും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ട്രേഡിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 40% സക്സസ് റേറ്റ് മതി നമുക്ക് മുന്നോട്ട് പോകാൻ. പക്ഷെ നമുക്ക് 40 ഒന്നും ആവില്ല. നമ്മൾ അതിനേക്കാളും മുകളിലൊക്കെ നമുക്ക് സക്സസ് റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ മിനിമം 40 ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോവാം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ രണ്ട് മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. പറഞ്ഞത് ക്ലിയർ ആയോ? ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും. ബ്രോ ഇതിന്റെ ഒരു എന്താ റിയൽ ട്രേഡ് ഒന്ന് കാണിച്ചു, സ്റ്റോപ്പ് ലോസ് ഒന്ന് കാണിച്ചു തരുമോ എങ്ങനെയാന്ന്? ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ പറഞ്ഞ റിസ്ക് റിവാർഡ് സ്റ്റേഡിയാണോ? അത് തന്നെ. ഓക്കെ, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരേണ്ടത് നിങ്ങൾക്ക്. ഓക്കെ ബ്രോ. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയില്ലേ മെത്തേഡുകൾ? ഓക്കെ, അപ്പൊ നമ്മൾ ആ രണ്ട് മെത്തേഡും ഫോളോ ചെയ്യണം. അത് റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 40% സക്സസ് റേറ്റ് ഉള്ളെങ്കിൽ പോലും പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ചാർട്ട് പാറ്റേൺ ഓക്കെ ആണല്ലോ. ഫ്ലാഗ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലാഗ് എന്ന് പറയുന്ന ചാർട്ട് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ട്രേഡുകൾ എടുക്കാൻ സാധിക്കും. ബുള്ളിഷ് ഫ്ലാഗും ബെയറിഷ് ഫ്ലാഗും ഈ ഒരു ഇമേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് മുമ്പത്തെ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അത് മനസ്സിലായല്ലോ പറഞ്ഞ രണ്ട് പോയിന്റും? നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കോർഡ് ക്ലാസ് ഞാൻ അയച്ചുതരാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ.